ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നീറ്റിൽ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. പക്ക ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ്. എൻ്റെ ഈ ഒരു സെയിം ഫേസിൽ ഞാൻ കടന്നു പോയതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോയിട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് നീറ്റ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ വരാനുണ്ട്, മെഡിക്കോ വ്ളോഗ്സുകളൊക്കെ വരാനുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കണം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് എല്ലാ ഡീറ്റെയിൽസും മെഡിക്കോ വ്ളോഗ്സ് ഒക്കെ വരുന്നുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. ഒരുപാട് നല്ല നല്ല നീറ്റ് റിലേറ്റഡ് കണ്ടന്റ്സ് നിങ്ങൾക്ക് വരാനുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആക്ച്വൽ കണ്ടന്റിലോട്ട് കിടക്കാം. ഞാൻ ജസ്റ്റ് എന്താ പറയുക, പെട്ടെന്ന് തന്നെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച സ്കോർ കിട്ടാത്തവർ ഒരുപാട് പേരുണ്ടാവും. അതായത് മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഉദ്ദേശിച്ച സ്കോർ കിട്ടാത്തവരുണ്ടാവും. അതായത് നീറ്റിൻ്റെ ആ ഒരു ടൈമിലെ ടെൻഷൻ കൊണ്ടായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എക്സാം ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആ പാറ്റേൺ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനത്തെ ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞവർ ഒരുപാട് പേരുണ്ടാവും. അതായത് ഒരു 550 ഒക്കെ സ്റ്റക്ക് ആയവരുണ്ടാവും. ചിലപ്പോൾ ഒരു 600 മാർക്കിലൊക്കെ സ്റ്റക്ക് ആയവരുണ്ടാവും. ഇപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഒരു 2020 അല്ലെങ്കിൽ 2021 നമുക്ക് ഇത് 600+ മാർക്ക് ഉണ്ടെങ്കിൽ 600+ ഉണ്ടെങ്കിൽ, അതായത് ഇതൊരു 600 to 600 മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഗവൺമെന്റ് MBBS സീറ്റ് ഇന്ത്യയിൽ എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസ് അങ്ങനെയല്ല. ഇപ്പോൾ കാര്യം എന്താ വെച്ചാൽ ഒന്നാമത് കോമ്പറ്റീഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്രയും വെൽ ഡെവലപ്ഡ് ആണ്. ഒന്നാമത് ഈ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കൊറോണ സമയത്താണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നത് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നപ്പോൾ ഒരുപാട് പേര് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ട് അതായത് ഉഷാറായിട്ട് പഠിക്കാൻ തുടങ്ങി. ആ കാരണം കൊണ്ട് അതായത് എന്താ പറയുക, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ പോലെയല്ല. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ 550 മാർക്കിനൊക്കെ ആദ്യമൊക്കെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ നീറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് നീറ്റ് ആസ്പിറൻസ് ഉണ്ട്. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആർ അപ്പിയറിംഗ് ഫോർ ദ നീറ്റ് ഇൻക്രീസ്ഡ് ആണ്. അതായത് നീറ്റ് എഴുതുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഈ വർഷം 25 ലക്ഷമാണ്. അപ്പോൾ ഞാൻ എഴുതിയ കഴിഞ്ഞ വർഷം ഏകദേശം 21 ലക്ഷമായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊരു റീസൺ ആണ്. അപ്പോൾ നീറ്റിന്റെ കോമ്പറ്റീഷൻ കൂടാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടന്റിലോട്ട് കിടക്കുക. അപ്പോൾ അത് നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാതിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഈ ഒരു 610 അല്ലെങ്കിൽ ഈ 610 മാർക്കിനൊക്കെ ഈ വർഷം നീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി അപ്പോൾ അറിയില്ല, നമുക്ക് അതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ കീയും അതുപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ 1-2 കീ കറക്ഷൻ ഒക്കെ ഉണ്ടാവും. ഒഫീഷ്യൽ കീ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീറ്റിൻ്റെ റിസൾട്ട് വന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് നീറ്റിൻ്റെ റിസൾട്ട് വന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഏകദേശം മറ്റു പല സ്ഥാപനങ്ങളൊക്കെ പറയുന്നത് 640 ഒക്കെ അല്ലെങ്കിൽ 635 ഒക്കെ ആയിരിക്കും കട്ട് ഓഫ് എന്നുള്ളതാണ്. സോ കട്ട് ഓഫിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ട. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞവർ ഒരുപാട് പേരുണ്ടാവില്ലേ. അപ്പോൾ അതായത് വളരെ ടെൻഷനിലായിരിക്കും നിങ്ങൾ. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കരുതിയ മാർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീറ്റൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ആൻസർ കീ ഒക്കെ നോക്കിയപ്പോൾ ഏകദേശം ഒരു 600 അല്ലെങ്കിൽ 610 ഒക്കെ കിട്ടിയവരൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും ഇനീഷ്യലി. പിന്നെ നിങ്ങൾ മറ്റു പല സ്ഥാപനങ്ങളുടെ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ വളരെ ടെൻഷനിലായിരിക്കും. കാരണം വെച്ചാൽ നീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവും. സോ ഒരു മോട്ടിവേഷണൽ വീഡിയോ ഈ ഒരു സെയിം ഫേസിൽ ഞാനും കടന്നു പോയതാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇത്ര മാർക്കൊന്നും ഇല്ലായിരുന്നു റിപ്പീറ്റ് ചെയ്ത സമയത്ത്. എനിക്കൊരു 505 മാർക്കായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ കരുതിയ മാർക്ക് നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരിക്കലും ഗിവപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ ഇപ്പോൾ ഈ MBBS അല്ലെങ്കിൽ നീറ്റ് നേടണം, അതായത് ഈ MBBS സീറ്റ് ഏകദേശം 1 crore വില വരുന്ന ഒരു സീറ്റ് നമ്മൾ നേടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു എൻട്രൻസ് മേഖലയിലോട്ട് നമ്മൾ വന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു എൻട്രൻസ് മേഖലയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ക്രാക്ക് ചെയ്തിട്ട് പോകണം. ഇപ്പോൾ ഇനീഷ്യലി ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നീറ്റ് പഠിച്ചിട്ട് കിട്ടില്ല എന്നെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് 2ാമത്തെ വർഷം കിട്ടിയത്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഇൻ കേസ് റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷം കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഒരു സൂപ്പർ റിപ്പീറ്റ് ചെയ്തത് പ്രശ്നമില്ല. കാര്യം വെച്ചാൽ നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നീറ്റ് കിട്ടും. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ മാർക്ക് കുറഞ്ഞവർ അല്ലെങ്കിൽ യാതൊരു ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഒരു വർഷം ഇപ്പം 2025 നീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നു, അത് ഷുവറാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒന്നുകൂടി അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ആൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 400 മാർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ 300 മാർക്കാണെങ്കിലും അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 600 നിങ്ങൾ സ്റ്റക്ക് ആയവരാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് നീറ്റ്. കാരണം വെച്ചാൽ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അങ്ങനെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ 600 ഉള്ളവർക്ക് ഒരു 720 വരെ നിങ്ങൾക്ക് അടുത്ത വർഷം നീറ്റിൽ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അടുത്ത വർഷത്തെ നീറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഈ വർഷത്തെ നീറ്റ് കുറച്ച് സിമ്പിൾ ആയിരുന്നല്ലോ. അതായത് ഒരുപാട് കട്ട് ഓഫ് ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ചിലപ്പോൾ പറയാൻ പറ്റില്ല, അതൊക്കെ എക്സാം ഇടുന്നവരുടെ ഒരു ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ യാതൊരു
കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ വർഷം കിട്ടില്ലെങ്കിൽ പോട്ടെ, അടുത്ത വർഷം നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് അങ്ങനെ ചിന്തിക്കുക, അല്ലാതെ ടെൻഷൻ അടിച്ചിട്ട് ഈ ഒരു ഫീൽഡ് തന്നെ ഒഴിവാക്കിയിട്ട് പോവല്ല. ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾക്ക് MBBS അത്ര എന്താ പറയുക ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കോഴ്സിന് പഠിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റിഗ്രറ്റ് ഉണ്ടാവും. അപ്പോൾ അതില്ലാതൊക്കെയാണ് പറയുന്നത്. ഇപ്പം തന്നെ നിങ്ങളൊരു ഇമ്മീഡിയറ്റ് ഡിസിഷൻ എടുക്കണ്ട. അതായത് ഇപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉഷാറായിട്ട് ഒരു വർഷം കൂടി പഠിച്ചിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ നോക്കുക. ഈ ഒരു സെയിം പേജിലൂടെ ഞാൻ പോയതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 505 മാർക്ക് ആയിരുന്നു. അപ്പോൾ എനിക്ക് 505 മാർക്ക് കിട്ടിയപ്പോൾ എനിക്കും സെയിം പ്രോബ്ലം ആയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ BDS 2022 എനിക്ക് 505. BDS ഒന്നും കിട്ടില്ല, എനിക്ക് ഈ വേറെ മറ്റു പല കോഴ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കോഴ്സിനൊക്കെ പോയിരുന്നു. പക്ഷെ ഞാൻ പോകാതെ തന്നെ ഒരു വർഷം കൂടി പ്രിപ്പയർ ചെയ്തിട്ട് 642 മാർക്ക് എനിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി. അന്നൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വർഷം 642 മാർക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് കേരളത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഈ വർഷത്തെ കാര്യം നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ ആരും എന്താ പറയുക ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ വെച്ചാൽ അടുത്ത വർഷത്തെ ഇയർ നിങ്ങളതാണ് നിങ്ങൾ വിചാരിക്കുക. കാര്യം എന്താ വെച്ചാൽ അങ്ങനെ തന്നെയാണ് എല്ലാവരും നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ 2025 നീറ്റ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ടെലഗ്രാം ചാനൽ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ വേണ്ടി നിങ്ങൾ സ്ട്രെസ് ഔട്ട് ആയിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് എന്താ പറയുക മോട്ടിവേഷൻ വീഡിയോസും അതുപോലെ തന്നെ മൈൻഡ് മാപ്പ് ഷോർട്ട് നോട്ടൊക്കെ ഈ ഓൺലൈനിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഷോർട്ട് നോട്ടും ഇതൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്, ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എപ്പോൾ ജോയിൻ ചെയ്യണം എന്നുള്ളത് അല്ലേ. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഏകദേശം 600 മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് മാത്രമേ 600 മാർക്കൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ 600 മാർക്ക് അല്ലെങ്കിൽ അത്രയ്ക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ 600 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും ഒരു വർഷം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ 1, 2 അല്ലെങ്കിൽ 3 ആഴ്ച റെസ്റ്റ് എടുക്കുക. ഞാനൊക്കെ എടുത്തിട്ടുണ്ടായി. എനിക്ക് 505 മാർക്കുള്ളതിന് ആദ്യം ഇനീഷ്യലി. അപ്പോൾ ഞാനൊരു 1 മാസം വരെ റെസ്റ്റ് എടുത്തിരുന്നു നീറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഒരു 3 വീക്കൊക്കെ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. പിന്നെ റിപ്പീറ്റേഷൻ അവരുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഇനിയിപ്പോൾ മാർക്ക് വളരെ കുറവാണ്, ഒരു 300 മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കൂടുതൽ സമയം പഠിക്കാൻ കിട്ടും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വർഷം നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ യാതൊരു ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. സോ നീറ്റ് 2025 എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ആൾ ദി ബെസ്റ്റ്.